ചേട്ടന് അടൂരിൽ ജോലി സെറ്റായതിനെ തുടർന്ന് അവിടെ ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണ്. സാധനങ്ങൾ കൊണ്ടുപോകാൻ വണ്ടി രാവിലെ തന്നെ എത്തിയിരുന്നു. പാറു ഇതെല്ലാം കണ്ട് ആകെ കൺഫ്യൂഷനിലാണ്. അമ്മു ഓരോ സാധനങ്ങൾ ഓർത്തെടുത്ത് പാക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന തിരക്കിലും. കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. അവളുടെ ചെടികൾ അവൾക്ക് അവളുടെ പിള്ളേരെ പോലെ തന്നെ പ്രധാനമായതുകൊണ്ട് ആദ്യമേ അത് റെഡിയാക്കി വെച്ചു. പാക്കിങ് കണ്ട് അമ്മു ആദ്യമൊക്കെ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് അത് സംഭവിച്ചു. സുഹൃത്തുക്കളെ, അവളുടെ പ്രിയപ്പെട്ടവരോട് യാത്ര പറയുമ്പോഴും മാക്സിമം അവൾ കരയാതെ നോക്കുന്നുണ്ട്. മിക്കു അവൾക്ക് എല്ലാമാണ്. അവനും അതുതന്നെ. മിക്കു ആദ്യമായി കണ്ണു തുറന്ന് കാണുന്നത് അമ്മുവിനെയാണ്. അതുകൊണ്ട് അവൾ അവനോട് യാത്ര പറയാൻ മറന്നില്ല. മീനു പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. ചേട്ടൻ സാധനങ്ങൾ കയറ്റി വെക്കുന്ന തിരക്കിലാണ്. അമ്മുവും സുരാജ് മാമനും ചെടികൾ ഓരോന്നായി കൊണ്ടു കൊടുക്കുന്ന ഡ്യൂട്ടിയിലും. ഇത് കണ്ട് ആവണിയും പാറുവും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം കയറ് കെട്ടാൻ പോവുകയാണ്. ആ മാമനെ സഹായത്തിന് വിളിക്കാതെ തന്നെ എത്തിയതാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതയും അതുതന്നെയാണ്. പാറു ഇപ്പോഴേ പോകാൻ സീറ്റ് പിടിച്ചിരുന്ന് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ വണ്ടിയിൽ കയറി. എല്ലാവരോടും ഇനി യാത്ര ചോദിക്കാനുള്ള ടൈമാണ്. ചൂടല്ലേ കാവലിരിക്കാൻ വന്നേ അമ്മ മിഴിയേ. പാതിരകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ. ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാതെ. നീ താളം ദൂരെ ദൂരെ തീരം. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കുറച്ചു ദൂരം ഞങ്ങൾ ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോയത്. ഇവിടെ അടുത്ത് തന്നെയാണ് തലമാനം മഹാദേവ ക്ഷേത്രം. കാണുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതാണ് ഷിബു അണ്ണൻ. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കമ്പനി തരുന്ന ആളാണ്. എല്ലാവരോടും സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് ഓമനയമ്മ. ഓമനയമ്മ എവിടെ പോയിട്ട് വന്നാലും പാറുവിനെയും മീനുവിനെയും കാണാതെ ഒന്നും കൊടുക്കാതെ വീട്ടിലേക്ക് പോവുകയില്ല. ഇന്ന് കണ്ടപ്പോഴും തൻ്റെ കർത്തവ്യം കൃത്യമായി ഓമനയമ്മ ചെയ്തു. ഓമനയമ്മ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങി. റോഡ് പണിയായതിനാൽ മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. തോടൊക്കെ കാണാമെങ്കിലും ചൂട് കാരണം വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും പഴമക്കാർ പറയുന്നത് പോലെ പ്രകൃതി ഭംഗി അനുഭവിച്ചു തന്നെ അറിയണം. നോക്കിക്കേ, എന്താ രസം. അങ്ങനെ പിന്നീടുള്ള യാത്ര ഞങ്ങളുടെ പിക്കപ്പിലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ. സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവരെ അറിയിക്കണമത്രേ. കറക്റ്റ് റീസൺ എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. ഇതാണ് ആവണിയുടെ അച്ഛനും ചേട്ടനും. ആലുവാങ്കുടി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് അമ്പാടിക്ക് നാണം വന്ന് ഗൈസ്. കോന്നി ആനക്കൂട്ടിലെ ആനകൾക്ക് വേണ്ടി പുല്ല് കൃഷി ചെയ്യുന്ന ഇടമാണ് ഇത്. നല്ല രസമുണ്ട് കാണാനല്ലേ. ഇതെല്ലാം പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് മടുത്ത് കാണും. നമുക്കൊക്കെ ഇത് പുതിയ അനുഭവമാണ്. ദോ ആ കാണുന്നതാണ് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ്. കീഴിൽ കിടന്നിട്ട് ഞാൻ ഇന്നേ വരെ കുട്ടവഞ്ചിയിൽ കയറിയിട്ടില്ല ഗൈസ്. എന്തോ താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ കോന്നിയിലെത്തി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഈ ഹോട്ടലിലാണ് കയറിയത്. ഞാൻ ഓർഡർ ചെയ്തത് നെയ് റോസ്റ്റ് ആണ്. ബാക്കിയുള്ളവർ പൊറോട്ടയും. സത്യം പറയാമല്ലോ, വിചാരിച്ചതിൽ നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇതാണ് ഇനി അവരുടെ കുഞ്ഞു ലോകം. ചെറിയ വീടാണെങ്കിലും അത്യാവശ്യം സൗകര്യമെല്ലാം ഉണ്ട്. അടഞ്ഞു കിടന്നിരുന്ന വീടായതിനാൽ ക്ലീനിങ്ങിന് നല്ല ടൈം എടുത്തു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പരിപാടി തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ ആ ടൈം കൊണ്ട് അമ്മു കിച്ചൺ ക്ലീൻ ചെയ്തു. പാലിന് പകരം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വിളക്ക് തെളിയിക്കേണ്ട ടൈമായി. അങ്ങനെ പ്രാർത്ഥനയും തുടങ്ങി അവിടെ. നിനക്ക് വന്ദനം വിശുദ്ധിയും
മീനു പറഞ്ഞ സ്ഥിതിക്ക് നിർത്തുന്നു ഗൈസ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബായ്.